Welcome to my new video. Today we are going to discuss general properties of central force motion. This slide. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു സെൻട്രൽ ഫോഴ്സ് മോഷനെ ഒരു ടു ബോഡി സെൻട്രൽ ഫോഴ്സ് മോഷന് പകരം ഒരു സിംഗിൾ പാർട്ടിക്കിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ആ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഇക്വേഷനാണ് നമ്മൾ മ്യൂ ആർ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് റേഡിയസ് വെക്ടറാണ്, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ. എഫ് ഓഫ് ആർ ഇസ് എ സെൻട്രൽ ഫോഴ്സ്, മ്യൂ ഇസ് എ റെഡ്യൂസ്ഡ് മാസ്, ആർ ഡബിൾ ഡോട്ട് ഇസ് എ റേഡിയൽ ആക്സിലറേഷൻ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾക്ക് ഈ ഇക്വേഷൻ നിന്ന് നമുക്ക് ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട properties എന്താണ്? We can find the general properties of the motion is confined to a plane. Central force motion. Next slide. ഒരു പ്ലെയിനിൽ കൺഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതലത്തിൽ തന്നെ ആയിരിക്കും ഒരു സെൻട്രൽ ഫോഴ്സ് മോഷൻ. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് വിചാരിക്കാം. അതായത് നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് എന്നാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ആർ എഫ് സൈൻ തീറ്റ. ഡയറക്ഷൻ ഓഫ് ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് എഫ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആർ ക്രോസ് എല്ലിൻ്റെ വാല്യൂ നോക്കിയാൽ ആർ ക്രോസ് വി ആണ്. വി എന്ന് പറയുന്നത് ആർ ഡോട്ടാണ്. ഓക്കെ, ആർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എൽ ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ്. എന്തായാലും ഈ ഡെഫിനിഷൻ ഓൾറെഡി ബേസിക് ഡെഫിനിഷനാണ്. അതനുസരിച്ച് എപ്പോഴും എല്ലും വിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ആംഗുലർ മൊമെൻറ്റം. എന്നാൽ സ്പേസിൽ എൽ ഫിക്സഡ് ആണെങ്കിൽ എൽ ഇസ് ഫിക്സഡ് ഇൻ സ്പേസ് ആൻഡ് ഇറ്റ് ഫോളോസ് ദാറ്റ് ആർ ക്യാൻ മൂവ് ഓൺലി ഇൻ ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എൽ ത്രൂ ദ ഒറിജിൻ. അപ്പോൾ എല്ലിന് പെർപെൻഡിക്കുലർ ആണ് ആർ, എല്ലിന് പെർപെൻഡിക്കുലർ ആണ് ബി. നമുക്ക് ഇപ്പോൾ സെൻട്രൽ ഫോഴ്സ് മോഷനെ സംബന്ധിച്ചിടത്തോളം ടോർക്ക് ഇല്ലാത്തത് കൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അനുസരിച്ച് റേറ്റ് ഓഫ് ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോ. അപ്പോൾ ടോ 0 ആയി, ഡി എൽ ബൈ ഡി ടി 0 ആയി, എല്ല് കോൺസ്റ്റൻ്റ് ആയി. എല്ല് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എല്ല് വെക്ടറാണ്. എല്ല് വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡയറക്ഷൻ മാറാൻ പാടില്ല. ഡയറക്ഷൻ എല്ലിൻ്റെ ഡയറക്ഷൻ മാറാൻ പാടില്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായ ആറിൻ്റെ ഡയറക്ഷന് മാറാൻ പാടില്ല. ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഡയറക്ഷനാണ്, പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ആർ ഷുഡ് ലൈ ഇൻ എ പ്ലെയിൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എൽ. That means the motion is confined to a plane. Next slide. You can see from this figure the direction of L and R, and this is the plane where the central force motion takes place, and this is the direction showing the radius and the angle, reduced mass and the direction of force. Slide. ഇപ്പോൾ നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എക്സ് വൈ സെഡിന് പകരം എക്സ് വൈക്ക് പറയും ഇതൊരു പ്ലെയിനാർ മോഷനായി മാറി. അപ്പോൾ ഇവിടെ തീറ്റയും ആറുമാണ് മാറുന്നത്. കാരണം റേഡിയലി ആണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ആറാണ് മാറുന്നത്. പിന്നെ തീറ്റയും മാറും, അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത് തീറ്റയായി മാറും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ആക്സിലറേഷൻ്റെ കമ്പണൻറ്റ് ആർ, കമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ, കമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് തീറ്റ പഠിച്ചിട്ട്. അപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ ആക്സിലറേഷൻ എം എ ഇസ് ഈക്വൽ ടു എഫ്. ഇത് ന്യൂട്ടൺ ലോ ആണ്. ഫസ്റ്റ് ആംഗുലർ എം എ ആർ, എ ആർ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ, ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. ദിസ് ഇസ് ദ കമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ അലോങ് ദ ആർ direction, and this is the acceleration component along the theta direction, r theta double dot plus 2 r dot theta dot. But there is no force in the direction of theta, only force is available in the direction of r. So that is here f of r is coming, here 0 is coming. Next slide. And you can see here in the central force motion the energy and the angular momentum magnitudes are also constants of motion. Let us say small l is the magnitude of angular momentum and capital E is the energy, magnitude of energy. Now you can see here the m angular momentum magnitude is given by the formula mvr. That means
m is mu r v theta. V theta means the velocity in the angular direction. So mu r square theta, because v theta is r theta. V is equal to r theta dot. Therefore, instead of v, I am putting r theta dot. That into mu r will become mu r square. Next, see here, this is the figure showing the direction of v theta and vr. This is the velocity component in r direction, velocity component. Therefore, the total energy can be written as kinetic energy plus potential energy. അപ്പോൾ നമ്മൾ kinetic energy-യിൽ രണ്ട് കമ്പണന്റ് ഉണ്ടാവും. വെലോസിറ്റി കമ്പണന്റ് അല്ലെങ്കിൽ r, വെലോസിറ്റി കമ്പണന്റ് theta dot. പിന്നെ ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ബ്രിങ് എ പാർട്ടിക്കിൾ ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അഗെയിൻസ്റ്റ് ദ കൺസർവേറ്റീവ് ഫോഴ്സസ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r f of r dr. ഇവിടെ ഈ ടേമിനെ കോൺസ്റ്റന്റ് ആയി പൊട്ടൻഷ്യൽ ആയിട്ട് ഇൻഫിനിറ്റി 0 അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമ്മൾ രണ്ടാമത്തെ ടേം, അതായത് ഈ കൈനറ്റിക് എനർജിയിലെ തീറ്റ എന്ന് പറയുന്ന ടേമിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, തീറ്റ ഡോട്ട് സ്ക്വയർ പറയുമ്പോൾ എൽ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എൽ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ പ്ലസ് ഈ പൊട്ടൻഷ്യൽ എനർജിയിലെ ഫസ്റ്റ് ടേം മാത്രം നമ്മൾ എടുക്കുന്നു, സെക്കൻഡ് ടേമിനെ എലിമിനേറ്റ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ആയി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമിന് പകരം ഒരു യു എഫക്റ്റീവ് എന്ന് പറയുന്ന ഒരു ടേമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ ടോട്ടൽ എനർജി സമം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് യു എഫക്റ്റീവ്, വേർ യു എഫക്റ്റീവ് ഈസ് ദസ് ടു ടേംസ്. ആക്ച്വലി ഇത് ഒരു കൈനറ്റിക് എനർജി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആയി നമ്മൾ സങ്കല്പിക്കുന്നു. കാരണം ഇത് kinetic energy due to the contribution from the theta direction. That is now considered as effective kinetic potential energy. എന്തിനാണെന്ന് നോക്കാം. ഇനി ലാസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഈ ആക്ച്വലി വാസ് ലാസ്റ്റ് ഇക്വേഷനിൽ ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ. ആക്ച്വലി ഇവിടെ ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി തീറ്റ. അപ്പോൾ ആർ ഡോട്ട് മാത്രം എടുത്ത് എഴുതിയാൽ ആർ ഡോട്ട് സമം ഡി ആർ ബൈ ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എടുത്താൽ ആക്ച്വലി ഇവിടെ വി സ്ക്വയർ ആയിരുന്നു. വി സ്ക്വയർ എന്ന് പറയുന്നത് ആർ ഡോട്ട് സ്ക്വയർ ആയിരുന്നു. ആർ ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ റൂട്ട് എടുത്താൽ റൂട്ട് ഓഫ് 2 ബൈ മ്യൂ ഇ മൈനസ് യു എഫക്റ്റീവ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി ആർ ബൈ ഈ ടേം താഴേക്ക് വരുന്നു, ഡി ടി അങ്ങോട്ട് പോകുന്നു. അതിനെ ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി മൈനസ് ടി 0 കിട്ടും. ഇതിനെ താഴേക്ക് വന്ന് വീണ്ടും ഇൻ്റഗ്രൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ 9.13 ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാക്കി വെക്കുക, പിന്നെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതിനെ നമുക്ക് ശരീരത്തിൽ ആറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കിവിടെ ടൈം കിട്ടി. ഇനി ആറിൻ്റെ വാല്യൂ ആർ എസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. വി ക്യാൻ ഗെറ്റ് ദ ഫംഗ്ഷൻ ആർ അറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ടി, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു നോ ദ വാല്യൂ ഓഫ് ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഓർബിറ്റ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ ആർ എസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആണ് നമുക്ക് എളുപ്പം. കാരണം തീറ്റ ആണ്, ഇപ്പോൾ പ്ലാനറ്റ് ഒക്കെ തീറ്റ മാറുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത്, അതിൻ്റെ മോഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേം നമ്മൾ എടുത്തു. എന്തായിരുന്നു സെക്കൻഡ് ടേം? തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? എൽ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ആയിരുന്നു. അപ്പോൾ തീറ്റ ഡോട്ട് സമം എൽ ബൈ മ്യൂ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി തീറ്റ ബൈ ഡി ടി. Now if I integrate the second equation, but this is the equation in the component of theta, that is azimuthal component. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ തീറ്റ മൈനസ് തീറ്റ 0 കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി ടി മാത്രമേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് കൊടുത്തു T0 to T L by mu r square. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ വീണ്ടും നമ്മൾ തീറ്റ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ നമുക്ക് അറിയാൻ ആവശ്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചു. ഡി തീറ്റ ബൈ ഡി ആറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി തീറ്റ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി ആർ. അപ്പോൾ ഡി ടി ആക്ച്വലി ക്യാൻസൽ ആയി. അപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി നമുക്ക് അറിയാം, ദാറ്റ് ഈസ് തീറ്റ ഡോട്ട്. ഡി ആർ ബൈ ഡി ടി നമുക്ക് അറിയാം, ദാറ്റ് ഈസ് ആർ ഡോട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടിയുടെ വാല്യൂ എന്താണ്? എൽ ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടിൻ്റെ റെസിപ്രോക്കൽ. ഡി ആർ ബൈ ഡി ടി റെസിപ്രോക്കൽ ആകുമ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 2 ബൈ മ്യൂ. ലാസ്റ്റ് രണ്ട് സ്ലൈഡിന് മുമ്പത്തെ ഇക്വേഷൻ നമ്മൾ അറിയാം, ഡി ആർ ബൈ ഡി ടിയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് 2 ബൈ മ്യൂ ഇ മൈനസ് യു എഫക്റ്റീവ്. അടുത്ത സ്ലൈഡ്.
നെക്സ്റ്റ് സ്ലൈഡ്. ആൻഡ് ദ ലാസ്റ്റ് ഇക്വേഷൻ, ഈ ലാസ്റ്റ് നമ്മൾ കണ്ട ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് നമുക്ക് ആർ ഓഫ് ടി, തീറ്റ ഓഫ് ടി, ആർ ഓഫ് തീറ്റ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു ഓർബിറ്റ്, ഒരു സെൻട്രൽ ഫോഴ്സിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഓർബിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി വീണ്ടും നമ്മൾ വിചാരിക്കുകയാണ്, എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം, എൽ ഇസ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. അപ്പോൾ അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു. മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് ഡി എൽ ബൈ ഡി തീറ്റ. ഓക്കെ, ഇത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് 0 ആയിപ്പോയി. പ്ലസ് 2, അപ്പോൾ ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 2r r ഡോട്ട് ഇൻറ്റു തീറ്റ ഡോട്ട്. ഓക്കെ, ഈ ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡും ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അവസാനം മ്യൂ കോൺസ്റ്റൻ്റ് ആക്കി, മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r r ഡോട്ട് തീറ്റ ഡോട്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആറ് പുറത്തെടുത്തു, മ്യൂ എടുത്തു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മ്യൂ ഇൻറ്റു ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r ഡോട്ട് തീറ്റ ഡോട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. This is identical to the tangential equation of motion. Similarly, differentiation of energy gives the radial equation. ഇതാണ് ടാൻജൻഷ്യൽ ഇക്വേഷൻ. അതുപോലെ നമുക്ക് റേഡിയൽ ഇക്വേഷനും കിട്ടാം, എനർജി ഇക്വേഷൻ. In this we can see the aerial velocity is a constant in central force motion. You can see here the radius, suppose it is sweeping with respect to time. As time changes, radius r becomes r plus delta r. That means it takes this is delta theta and this is r. So this arc is r delta theta. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. അത് ആ ഏരിയ, അപ്പോൾ ഈ റേഡിയസ് മാറിക്കൊണ്ടിരിക്കും തോറും ഈ ഏരിയ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഏരിയ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, dA/dt, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ. സി ഹിയർ, ഫസ്റ്റ് ഓഫ് ഓൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ബേസ് എന്ന് പറയുന്നത് ഹാഫ് ആർ പ്ലസ് ഡെൽറ്റ ആർ ആണ്. ആൾട്ടിറ്റ്യൂഡ് ആർ ഡെൽറ്റ തീറ്റ നമ്മൾ കണ്ടു, ഇതാണ് ആർക്ക് ലെങ്ത്, ഇതാണ് ആൾട്ടിറ്റ്യൂഡ്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ തീറ്റ. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ലിമിറ്റ് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുന്നു, ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ. ഇതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ടേം മാത്രം എടുക്കുന്നു, ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെലോസിറ്റിയുടെ കമ്പണൻറ്റ് ടേം, രണ്ട് കമ്പണൻറ്റ് ടേമിൽ എഴുതുന്നു. ആർ ഡോട്ട് എം വി ആണല്ലോ മൊമെൻറ്റം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം മീൻസ് മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം. അപ്പോൾ വെലോസിറ്റിക്ക് പകരം ആർ ഡോട്ട് പ്ലസ് ആർ തീറ്റ ഡോട്ട് എന്ന് എഴുതുന്നു. എന്നിട്ട് ആർ ക്രോസ് ഓഫ് എം വി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ആർ ഡോട്ട് ആർ ക്യാപ് ക്രോസ് ആർ ക്യാപ് 0 ആയിപ്പോയി, ആർ ക്യാപ് ക്രോസ് തീറ്റ ക്യാപ് കെ ക്യാപ്പ് ആയി സെഡ് ആക്സിസിൽ. അങ്ങനെ നമുക്ക് dA/dt എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ച എല്ലിൻ്റെ വാല്യൂ 1/2 ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. പക്ഷേ ഇവിടെ എല്ലിൻ്റെ വാല്യൂ എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ആർ സ്ക്വയർ തീറ്റ ഡോട്ടിന് പകരം L/m 2m എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഏരിയൽ വെലോസിറ്റി ഈക്വൽ ടു LZ by m is already constant, 2 is constant, LZ is also constant. From the first equation, L is equal to R cross P. So L is constant, that means all the terms in the right hand side is constant, so the left hand side has to be constant, that is aerial velocity is constant. So this is the law of equal areas for a central force motion, and this is related to Kepler's law of planetary motion. Basically these are all related to planetary motions, and this is a peculiar property of central force motion. അപ്പോൾ central force motionന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് law of equal, the area swept by, that means the radius vector sweeps equal area in equal intervals of time, or the aerial velocity is a constant for the radius vector. Thank you one and all. We come to the end of this video. Thank you.